അപ്പം നമ്മുടെ ഈ കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. രാത്രിയാണ്, രാത്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 8:30 നമ്മൾ ഓരോരോ ജോലികളും കഴിഞ്ഞ് എല്ലാവരും വന്നപ്പോഴത്തേനും സന്ധ്യയായി കേട്ടോ. 7-7:30 മണി കഴിഞ്ഞു. പിന്നെ അടുക്കളയിൽ ചെറിയ ചോറ് തിന്നാനൊരു മടി എന്ന് വെച്ചാൽ കപ്പയും ഇറച്ചിയും കൂടെ ആകാമെന്ന് വെച്ചു. ഇന്നലെ അത് തന്നെയായിരുന്നു, ഇന്നും അത് തന്നെ. അപ്പോൾ ഞാൻ കപ്പ കൊത്തി നുറുക്കി കഴുകി വാരി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ തേങ്ങായും കാന്താരിയും മഞ്ഞളും ഉള്ളി ഇത്ര സാധനം അരച്ച് കറിവേപ്പിലയോട് കൂടി അരച്ച് ചേർക്കണം കേട്ടോ. ചേർത്ത് നമുക്കത് ഇളക്കി വാങ്ങണം. പിന്നെ ഈ ചട്ടിക്കകത്ത് ഈ സവാളയും തക്കാളിയും വഴറ്റി ഒരു കറി ഉണ്ടാക്കണം. കപ്പ വരിക്കാനായിട്ട് ചിക്കനും കൂടെ കൂട്ടിയിട്ടാട്ടോ കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ ചാറ് കറി കപ്പ തിന്നാനായിട്ട്. അപ്പോൾ അതാണ് ഇന്ന് നമ്മുടെ കുഞ്ഞു വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓളെന്നുള്ള ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്യണം. പറ്റുമെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്ത് കാണണം കേട്ടോ. ആര് കണ്ടാലും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക, അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യണേ. അപ്പോൾ നമുക്കൊരു ഈ കുഞ്ഞു വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഞങ്ങൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഈസ്റ്ററിന് ഒരു യാത്ര പോയായിരുന്നേ. ഒരു അമ്പലത്തിൽ പോയി, ഒരു പള്ളിയിൽ പോയി. അപ്പോൾ 2 സ്ഥലത്തു നിന്നും കുഞ്ഞു കുറേച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. ഫുൾ വീഡിയോ എടുക്കണമെന്നൊക്കെ ഓർത്തായി ഇവിടുന്ന് രാവിലെ ഫോണിൽ ഫുൾ ചാർജും ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഇവിടുന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ പകുതി സ്ഥലം ചെന്നപ്പോഴത്തേനും ഫോണിൻ്റെ ചാർജും തീർന്ന് ഓഫായിപ്പോയി. പിന്നെ നമ്മുടെ കയ്യിൽ പവർ ബാങ്കോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടൊന്നും ചാർജ് ചെയ്യാനും പറ്റിയില്ല കേട്ടോ. അതിന് കുറച്ചൊക്കെ ഒന്ന് എടുക്കാനൊക്കെ പറ്റുള്ളൂ. വീഡിയോസ് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഒരു യാത്രാ വ്ളോഗ് എടുക്കാമെന്ന് ഓർത്തിരുന്നാണ്, അത് സാധിച്ചില്ല. അപ്പം ആ കുഞ്ഞു യാത്രാ വ്ളോഗ് ഒരു കുറച്ച് ഭാഗങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ കൂടി ഒരു അമ്പലവും ഒരു പള്ളിയും കുറച്ച് പോയ വഴികളും ഒക്കെ കൂടി കാണിക്കുവേ. അതും ഒന്ന് കാണണേ. അത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് യാത്രാ വ്ളോഗാണ് ഏറ്റവും ഇഷ്ടം. കുക്കിങ്ങാണ് ഏറ്റവും ഇഷ്ടം. കുക്ക് ചെയ്യുന്നിടത്തോളം ഇഷ്ടം വേറെ ഒന്നുമില്ല. പക്ഷേ യാത്ര പോകാൻ അതിൽ കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ വ്ളോഗ് എടുക്കാനും ഭയങ്കര താല്പര്യം. പിന്നെ കൂടുതലായിട്ട് എൻ്റെ മോളും കുഞ്ഞു കൊച്ചൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ അമ്മ, എൻ്റെ മോള്, എൻ്റെ കുഞ്ഞു കൊച്ച്, പിന്നെ എൻ്റെ ബന്ധത്തിലൊരു ചേച്ചി, പിന്നെ എൻ്റെ കൂട്ടുകാരി, അവളുടെ 2 മക്കൾ, അങ്ങനെ ഞങ്ങൾ ഒരു കമാൻഡറിൽ അത്യാവശ്യം 8-9 പേരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയതാണ്. പള്ളിയിലും പോയി, അമ്പലത്തിലും പോയി, പോയ വഴിയൊക്കെ കുറേശ്ശെയൊക്കെ കണ്ടു. ഉച്ച കഴിയുമ്പോഴത്തേനും മഴ മൂടലും മഞ്ഞും കാരണം ഒന്നും തന്നെ കാണാൻ പറ്റില്ല കേട്ടോ. സന്ധ്യയായി വീട്ടിലെത്തിയപ്പോഴത്തേനും. അപ്പോൾ അതിൻ്റെ ഒരു കൊച്ചു വീഡിയോ ഉണ്ട് കേട്ടോ. അതും കൂടെ ഇതിൻ്റെ പുറകെ വരും. അതും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതാണ്. അപ്പോൾ നമ്മുടെ കപ്പയ്ക്ക് അരപ്പൊക്കെ ഉണ്ടാക്കിയിട്ടു കേട്ടോ. കാന്താരി മുളക്, ഉള്ളി, പിന്നെ തേങ്ങ, ഇത്ര സാധനം, കറിവേപ്പിലയും കൂടെ കൂടി ചതച്ചെടുത്തു എന്നിട്ടിട്ടേക്കുന്നത്. ഇങ്ങനെയാണ് കപ്പ കഴിക്കുന്നത്. അതിന് ഇനി ഇളക്കി കൂട്ടി എടുക്കണം. പിന്നെ ഇത് കറി, കപ്പയ്ക്കുള്ള കറി റെഡിയായി കേട്ടോ. കേട്ടോ, അത്യാവശ്യം നല്ല കുറുകിയിരിക്കുന്ന ചിക്കൻ കറി, കുറുകിയ ചിക്കൻ കറി കേട്ടോ. നല്ല പരുവത്തിന് ചാറ്, അരപ്പൊക്കെ നല്ല കൊഴുത്ത ഇരിക്കുന്ന, ഇളക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെയൊന്ന് കാണിച്ചതാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി ഒരല്പം ചിക്കൻ ഫ്രൈ ഇരിപ്പുണ്ട്, അതിനെങ്കിലും ഒന്ന് ചൂടാക്കട്ടെ. ഇതുണ്ടോ, പപ്പയാണ് കപ്പ ഇളക്കി കൂട്ടണത് കേട്ടോ. അതിൻ്റെ പണിയൊക്കെ പപ്പ തന്നെ ചെയ്തോളും. കപ്പയുടെ പണിയൊക്കെ അതുകൊണ്ട് ഉണ്ടോ, ഇതുപോലെ കോലുകൊണ്ട് നന്നായിട്ട് ഒരു മുറി തേങ്ങ മിച്ചം അരച്ചാണ് നമ്മൾ കപ്പ വേവിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ കറി ഇല്ലെങ്കിലും തിന്നാവുന്ന കപ്പയാണ് ഞങ്ങളൊക്കെ പുഴുകുന്ന കപ്പ. കാരണം നന്നായിട്ട് തേങ്ങ അരച്ച് വേവിക്കും. അത് തന്നെയല്ല, നെരുക്ക വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് കംപ്ലീറ്റ് ഊറ്റിക്കളയണം. എന്നിട്ടാണ് നമ്മൾ അരപ്പും ഉപ്പും ചേർത്ത് ആവി കയറാൻ വെക്കും. അപ്പോൾ ഒരു 2-3 സെക്കൻഡ് കൊണ്ട് ആവി കയറിയിട്ട് അരപ്പ് നന്നായിട്ട് വേകും. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇളക്കി കൂട്ടുമ്പോൾ ആ കപ്പയുടെ ചൂട് കൊണ്ട് ബാക്കിയും നന്നായിട്ട് അരപ്പ് വേകും. അരപ്പ് വെന്തില്ലെങ്കിൽ നമുക്ക് പച്ചച്ചവ തോന്നും കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കപ്പ ഇളക്കുന്നത്. നമ്മൾ കപ്പ കൊടുക്കുക. അപ്പം നമുക്ക് ഇതിനെ കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ചിക്കൻ വറുത്തതാണ്, ഇന്നലെ വറുത്ത് വെച്ചിരുന്ന. അപ്പോൾ അതിനെ കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ചിക്കനെയും ചൂടാക്കിയെടുത്തു കേട്ടോ.
അപ്പോൾ വറുത്ത ചിക്കനും ഉണ്ട്, ചിക്കൻ കറിയും ഉണ്ട് കപ്പ കഴിക്കാനായിട്ടേ. ഉണ്ടോ, കപ്പ നല്ല ഭംഗിയായിട്ട് കുഴച്ച് ഇളക്കി വെച്ചിട്ട് പോയി പപ്പ. കഴിക്കാൻ തുടങ്ങുവാണെങ്കിൽ ചൂടോടെ തന്നെ കഴിക്കണം, ചൂടോടെ കഴിച്ചാലേ രുചിയുള്ളൂ. നന്നായിട്ട് അതിൻ്റെ ഉൾവശം ഒന്ന് മുരിഞ്ഞ് കിട്ടാനും നന്നായിട്ട് വേകാനും വേണ്ടി തീരെ ചെറുതാക്കി പൊടിയാക്കിയാട്ടോ നമ്മൾ ഈ ചിക്കൻ എടുത്തത്. കുറച്ച് ഭാഗം എടുത്ത് വറുത്തത് കേട്ടോ. ഇത് പൊതിച്ചോറിനൊക്കെ വെക്കാൻ നല്ലതാണ്. രാവിലെ പൊതി കിട്ടിയപ്പം പൊതിച്ചോറിലൊക്കെ വെച്ച് കെട്ടി. ഇന്ന് വൈകിട്ടും കഴിച്ചു. വൈകിട്ട് കൊണ്ട് തീരും. അത് തീർന്നില്ലെങ്കിൽ രാവിലെ നാളെ ചോറ് വെട്ടുന്നതിന് ഇത് വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ആദ്യമേ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ഇട്ട് തിരുമ്മി നമ്മൾ കഴുകി കളയും. നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കഴുകി കളഞ്ഞങ്ങനെ അതിൻ്റെ ഉളുമ്പ് കളയും ചിക്കൻ്റെ. പിന്നീട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചിലപ്പോൾ അതിൻ്റെ കൂടെ പച്ചമുളകും കുരുമുളകും ഒക്കെ അരയ്ക്കും, ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ കൂടെ. എന്നിട്ട് ഒരു ഇച്ചിരി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ച് അങ്ങ് തട്ടിപ്പൊത്തി വെക്കും. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചിക്കൻ മസാല തിരുമ്മും. ചിക്കൻ മസാലയും അല്പം പിരിയമുളകിൻ്റെ പൊടിയും കൂടെ എന്നിട്ടും വെക്കും 1/4 മണിക്കൂർ. എന്നിട്ടാണ് എടുത്ത് വറക്കുന്നത്. അപ്പോൾ ഇതിന് നല്ല അപാര രുചിയാണ്, നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവുകയാണേ. ഞങ്ങളല്ല, മോൻ വരാത്തതുകൊണ്ട് ഇച്ചിരി താമസിച്ച് കഴിക്കാമെന്ന് വെച്ചു. പപ്പയ്ക്ക് ഭയങ്കര വിശപ്പാണ്, പണിയൊക്കെ കഴിഞ്ഞ് വന്നതാണോ. ഇപ്പം സമയം 8:09 കേട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം ചൂടോട് കൂടി ഇത് കഴിക്കാനായിട്ട് കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ പരിപാടികളും ഫിനിഷായതാണ്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി പറയുവാണ്, സപ്പോർട്ട് തരണം കേട്ടോ. എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും തരണമെന്ന് ഒന്നും കൂടെ പറയുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കൂടി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബായ്.